Hello. Good afternoon. Yeah, ma'am. Good afternoon. Good afternoon, ma'am. ശരണ്യ മിസ്സിൽ എടുത്തോണ്ടിരുന്നത് നിങ്ങൾക്ക്? അതെ അതെ, ശരണ്യ മിസ് ആയിരുന്നു. മിസ്സിന് പകരം കുറച്ച് ദിവസം ഞാൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ. മിസ്സിന്റെ പേരെന്താ? എന്റെ പേര് ആതിര. മിസ്സിന് പകരം മാത്രമാണോ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ? അപ്പൊ സെപ്പറേറ്റ് നോട്ട് കീപ്പ് ചെയ്യണ്ടല്ലോ? ഇല്ല നിങ്ങൾ എങ്ങനെയാണോ പോണത് പോലെ കേട്ടോ. ഓക്കെ മാം. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ മാം. മിസ് എവിടം വരെ എടുത്തു? സ്പില്ലേജ് വേസ്റ്റ് അല്ലേ കംപ്ലീറ്റ് ചെയ്തത്? എന്നിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ചാപ്റ്റർ ഇന്നിപ്പോ ഞാൻ എടുക്കുന്നത് എന്റെ ചാപ്റ്റേഴ്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് അറിയാലോ ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ ഓൾമോട്ട് ചെയ്യും. ലാസ്റ്റ് 50 മിനിറ്റ്സ് തരും. അപ്പോൾ നിങ്ങൾക്ക് സംശയമൊക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ. ഓക്കെ, നമ്മളിപ്പോ ഇന്ന് എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 ആണ് കേട്ടോ. ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ശ്രദ്ധിച്ചിരിക്കണേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കമന്റ് ചെയ്തേ. എന്റെ പേര് ആതിര എന്നാണ്. ശരണ മിസ് എടുത്തിരുന്ന ടോപ്പിക്സുകൾ തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്ന് തുടങ്ങിക്കോട്ടെ. ചാപ്റ്റർ 3 ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ. നമ്മളുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതില് ഫസ്റ്റ് പോയിന്റ് വരുന്നത് എന്താണ്? ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പരമ്പരാഗത ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, in India, besides the existence of modern medicine, traditional medical practitioners continue to practice throughout the country. Popular native healthcare tradition consists of Ayurveda, Yoga, Unani, Siddha, Homeopathy and Naturopathy. നമ്മളുടെ പരമ്പരാഗത ആരോഗ്യ സംരക്ഷണ രീതികൾ, ചികിത്സാ രീതികൾ ഏതൊക്കെയാണെന്നാണ് പരമ്പരാഗതമായി ട്രഡീഷണൽ ആയിട്ട് വരുന്ന രീതികൾ, ചികിത്സാ രീതികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഭാഗത്ത് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് ഇന്ത്യയിലെ നമ്മുടെ ഇന്ത്യയിലെ പോപ്പുലർ ആയിട്ടുള്ള ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റംസ് അത് ഏതൊക്കെയാണ് വരുന്നത്? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നേച്ചുറോപ്പതി. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ അവിടെ ഒരു പദം കണ്ടോ ബ്രാക്കറ്റിൽ എന്താണ്? ആയുഷ്. ആയുഷിന്റെ ഫുൾ നെയിം എന്താണ്? എക്സ്പാൻഷൻ എന്താണ് അതിന്റെ? ഇവയെല്ലാം ചേർത്ത് പറയുന്നതാണ് അല്ലെ ആയുർവേദ, യോഗ, യു എന്താണ്? യുനാനി, എസ് സിദ്ധ, എച്ച് ഹോമിയോപ്പതി ആൻഡ് നേച്ചുറോപ്പതി. ഇതിലേതെങ്കിലും ഒന്ന്. അങ്ങനെയാണ് അതിനെ ആയുഷ് എന്ന രീതിയിൽ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താണ് ആയുർവേദ എന്ന് നോക്കാം. ആയുർവേദം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ മീനിങ് എന്താണ്? ആയുർവേദ മീൻസ് എന്താണ്? സയൻസ് ഓഫ് ലൈഫ് അല്ലെ, ജീവന്റെ ശാസ്ത്രം എന്നാണ് ആയുർവേദത്തെ പറയുന്നത്. ഓക്കെ,
ആയുർവേദ ചികിത്സ പ്രധാനമായിട്ടും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തപ്പെടുന്നത്? സിസ്റ്റം ഡീൽസ് വിത്ത് കോസസ്, സിംറ്റംസ്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ബേസ്ഡ് ഓൺ all aspects of well-being, mental, physical and spiritual. ആയുർവേദം ലീഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ഒരു രോഗത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി അതിന്റെ രോഗനിർണയം നടത്തി അതിന്റെ ചികിത്സാ രീതികള് സിംറ്റംസ് മനസ്സിലാക്കി, രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി എന്താണ് അതിനെ ഡയഗ്നോസിസ് ചെയ്തിട്ട് അതിന്റെ ചികിത്സാ രീതികൾ തീരുമാനിക്കുന്ന ഒരു എന്താണ് ജീവശാസ്ത്ര ശാഖ തന്നെയാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏതെല്ലാം രീതിയിലുള്ള ആസ്പെക്ട്സുകള്? മെന്റൽ, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ. മാനസികമായും ശാരീരികമായും ആത്മീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയാണ് എന്ത്? ആയുർവേദ എന്ന് പറയുന്നത്. ഓക്കെ, ആയുർവേദത്തിന്റെ അടിസ്ഥാനം എന്താണ്? എന്താണ് ആയുർവേദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? ത്രിദോഷം. ത്രിദോഷത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? എന്താണ് ത്രിദോഷം എന്നാല്? അതായത് നമ്മളുടെ വാത, പിത്ത, കഫം അല്ലെ, അതിനെയാണ് ത്രിദോഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ആയുർവേദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ത്രിദോഷ സിദ്ധാന്തമാണ്. ഈ വാത, പിത്ത, കഫങ്ങൾ അവയുടെ അസന്തുലിതാവസ്ഥ, ഇവയിൽ വരുന്ന അസന്തുലിതാവസ്ഥയാണ് എന്ത്? ആയുർവേദം പ്രധാനമായിട്ടും ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആരാണ് ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്നത് ആരാണ്? ചരകനാണ്. ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്നത് ചരകനാണ്. ത്രിദോഷം, അതെ, ത്രിദോഷം എന്നാണ് പറഞ്ഞത്. ത്രിദോഷങ്ങളാണ് എന്ത്? വാത, പിത്ത, കഫം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അവയുടെ അസന്തുലിതമാണ് എന്ത്? അസന്തുലിതാവസ്ഥയാണ് എന്ത് പറയുന്നത്? അസന്തുലിതാവസ്ഥ നേരിട്ടുള്ള ചികിത്സാ രീതിയാണ് എന്ത്? ആയുർവേദം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ജീവനെയും ആരോഗ്യത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ മതി. അതെന്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോ എന്താണ് ആയുർവേദത്തിന്റെ മീനിങ് എന്ന് പറയുന്നത്? എന്താണ്? സയൻസ് ഓഫ് ലൈഫ് ആണ് അല്ലെ, ജീവന്റെ ശാസ്ത്രം എന്നാണ് ആയുർവേദം അറിയപ്പെടുന്നത്. ആയുർവേദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ത്രിദോഷ സിദ്ധാന്തമാണ്. അതിവിടെ പറഞ്ഞിട്ടില്ല, ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ട്രഡീഷണൽ ഹെൽത്ത് കെയർ ചികിത്സാ രീതിയാണെന്ത്? യോഗ. യോഗ എന്താണ്? ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് ലിവിങ് അല്ലെ, ജീവന കലയാണ് യോഗ എന്ന് പറയുന്നത്. യോഗ ഇസ് ബോത്ത് എ സയൻസ് ആൻഡ് ആർട്ട് ദാറ്റ് പ്രൊമോട്ട്സ് ഹെൽത്തി ലിവിങ് ഫിസിക്കലി, മെന്റലി, മോറലി ആൻഡ് സ്പിരിച്വലി. യോഗ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറയുന്നത് എന്താണ്? ആർട്ട് ഓഫ് ലിവിങ് ആണ്, ജീവന കലയാണ് അല്ലെ. എന്താ? അതായത് നമ്മളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടുള്ള എന്താണ് പ്രോഗ്രസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് എന്ത്? യോഗ എന്ന് പറയുന്നത്. ഓക്കെ, എത്ര പേര് ഇതിൽ യോഗ ചെയ്യുന്നവരുണ്ട്? യോഗ മീൻസ് നിങ്ങൾ എക്സസൈസും അതിൽ ഉൾപ്പെടുന്നു കേട്ടോ. എക്സസൈസ് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. പ്രത്യേകിച്ച് ഇപ്പോ എന്താണ് വയറ് കുറയ്ക്കാനായിട്ട് ഇപ്പൊ നമ്മള് ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വയറ് കുറയ്ക്കാനുള്ള എക്സസൈസുകൾ അല്ലെ. മുമ്പ് ചെയ്തിരുന്നു, ഇപ്പൊ ചെയ്യുന്നില്ല. പക്ഷെ എന്താണ് ഇതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ എന്താ? കണ്ടിന്യൂ ചെയ്യുന്നു അല്ലെ. കണ്ടിന്യൂ ഒരു എക്സസൈസ് തുടങ്ങി കഴിഞ്ഞാല് അത് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് പിന്നീട് പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചേരും അല്ലെ. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു +2 കാലഘട്ടം തുടങ്ങിയിട്ട് യോഗ ചെയ്യുന്ന ഒരാളാണ്. ഞാനത് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്റെ ശരീരത്തിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. തീരെ വണ്ണമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു. പക്ഷെ യോഗ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. 1 വീക്ക് ഒക്കെ നല്ല ബുദ്ധിമുട്ടുകളായിരുന്നു. പക്ഷെ എന്താണ് അത് പ്രാക്ടീസ് ചെയ്ത് എന്താണ് ഓരോ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത് മനസ്സിലായി. അത് കണ്ടിന്യൂ ചെയ്ത് അതിനിപ്പോ എൻ്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഞാനത് കൊണ്ടുനടക്കുന്നുണ്ട്. അതിന് എനിക്ക് നല്ലൊരു ബെനിഫിറ്റ്സ് ആണ് അതിന് കിട്ടുന്നത്, മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ തരത്തിലും. എപ്പോഴും ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഏത് എക്സസൈസ് ആയിക്കോട്ടെ, അത് നമ്മുടെ പറഞ്ഞല്ലോ ജീവന കലയാണ്, ജീവിതത്തിൽ ഒരു ആക്ടാണ് അത് അല്ലെ. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. യോഗനെ കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് മനസ്സിലാവില്ല എന്താണ്. ഇനി
ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എന്താണ് യോഗക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അല്ലേ? നമ്മള് യോഗ ഡേ ആയിട്ടൊക്കെ ആചരിക്കുന്നതാണ്. ഓക്കെ, എന്നാണ് യോഗ ഡേ? യോഗാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? അറിയില്ല. ജൂൺ 21. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വരുന്നതാണ് എന്താ? യുനാനി സിസ്റ്റം. എന്താണ് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്? യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ ട്രൈസ് ഇൻ പ്രമോഷൻ ഓഫ് ഹെൽത്ത്, പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് ആൻഡ് ക്യൂർ. എന്താണ് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്? യുനാനി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴയ ഓൾഡസ്റ്റ് മെത്തേഡാണ് അല്ലെ? ഏറ്റവും പഴയ ഒരു ചികിത്സാ രീതിയാണ് എന്ത്? യുനാനി എന്ന് പറയുന്നത്. യുനാനി സിസ്റ്റം അതായത് ഏകദേശം 12th സെഞ്ചുറി, 12ാം നൂറ്റാണ്ടിലെ മുഗൾ ഭരണ കാലഘട്ടത്തിലേക്ക്, ആ കാലഘട്ടത്തിൽ തുടങ്ങിയുള്ള ഒരു ചികിത്സാ രീതിയാണ് എന്ത്? യുനാനി സിസ്റ്റം എന്ന് പറയുന്നത്. യുനാനി സിസ്റ്റം പ്രധാനമായിട്ടും ഏത് രീതിയിലാണ് ചികിത്സ നടത്തപ്പെടുന്നത്? യുനാനി സിസ്റ്റം പ്രധാനമായും 4 സ്രവങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ചികിത്സാ രീതിയാണ്. യുനാനി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? 4 സ്രവങ്ങളെ, ശരീരത്തിന്റെ 4 സ്രവങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്. അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് അറിയാം, യുനാനി സിസ്റ്റം എന്താണെന്ന് അറിയണം. അതായത് ദക്ഷിണേന്ത്യയില് പ്രചാരത്തിലുള്ള ഒരു പരമ്പരാഗത ചികിത്സാ രീതിയാണ് എന്താ? യുനാനി എന്ന് പറയുന്നത്. ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് പുരാതന ഗ്രീക്ക് വൈദ്യന്മാരുടെ സിദ്ധാന്തങ്ങളിൽ നിന്നാണ് യുനാനി സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി ഈ ഗ്രീക്ക് വൈദ്യന്മാർക്ക് ശേഷം എന്താണ്? ആരാണ്? അറബികൾ. പിന്നീട് അറബികൾ ചിട്ടയായ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തില് ഈ 4 സ്രവങ്ങളെ, അവരുടേതായ പേരുകൾ നൽകി 4 സ്രവങ്ങളെ അവര് വികസിപ്പിച്ചെടുത്തു, അത് പരിഷ്കരിക്കുകയും ചെയ്തു. അങ്ങനെ അറബികള് നമ്മുടെ ശരീരത്തിലെ 4 സ്രവങ്ങളായിട്ട് കണ്ടുപിടിച്ചത് കുറച്ച് പദങ്ങൾ, അത് അറബിക് പദങ്ങളാണ്. ഇതൊന്നും ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? ഏതൊക്കെയാണ് ആ 4 സ്രവങ്ങള് ശരീരത്തിലെ? ബൽഗ, ദാം, സഫ്ര, സൗദി എന്നീ 4 സ്രവങ്ങളെ ആധാരമാക്കിയുള്ള ചികിത്സാ രീതിയാണ് എന്ത്? യുനാനി സിസ്റ്റം. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. കട്ടായിട്ടാണോ കേൾക്കുന്നത്? റേഞ്ച് പ്രശ്നമുണ്ടോ? സ്വാതി, റേഞ്ച് ഉള്ളോടത്തിരുന്ന് കേൾക്കട്ടോ. ബാക്കി ആരെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയണേ. എല്ലാവർക്കും അങ്ങനെ നെറ്റ് ഇഷ്യൂ ഉണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ. അപ്പൊ എവിടെയാണ് നമ്മൾ പറഞ്ഞത്? യുനാനി സിസ്റ്റം അല്ലെ? ഓക്കെ, ഒന്നുകൂടെ പറയണോ? യുനാനി സിസ്റ്റം ആണോ ഒന്നുകൂടെ പറയാൻ പറഞ്ഞത്? യുനാനി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് എന്താ? യുനാനി സിസ്റ്റം അല്ലെ? അതെന്താണ്? എന്താണ് അത് പ്രതിപാദിക്കുന്നത്? 4 ശരീരത്തിന് 4 സ്രവങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്. അത് അറബിക് പഠന ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ടാണ്. അറബികളാണ് ഇതിനെ കുറിച്ച് കൂടുതൽ പഠനം നടത്തി അവരുടേതായ പദങ്ങളാണ് എന്ത് കൊടുത്തിരുന്നത്? ബൽഗ, ദാം, സാഫ്ര, സൗദി എന്ന് പറയുന്നത്, സൗദ എന്ന് പറയുന്നത് എന്താണ്? 4 സ്രവങ്ങള് അറബിക് വേർഡ്സ് ആണ് കേട്ടോ. 4 ബോഡി ഫ്ലൂയിഡ്സ്. അതിന്റെ മലയാള പദങ്ങള് പറയുന്നില്ല, ഈ അറബിക് പദങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി മലയാള പദങ്ങൾ കിട്ടുവാണെങ്കിൽ ഞാൻ അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അറബിക് പണ്ഡിതന്മാരെ ഇതിനെ കുറിച്ച് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയത്. അപ്പൊ അവരുടേതായ രീതിയിലാണ് അവരാ ശ്രവങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതില് മിക്കവാറും എന്തായിരിക്കും? ഈ 4 ശ്രവങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാദപിത്ത കഫം, അതൊക്കെ തന്നെയായിരിക്കും. അറബിക് വേർഡ്സിലായിരിക്കും അങ്ങനെ കിടക്കുന്നത്. അതിന്റെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ടീച്ചർ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങളതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല, അത് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നുള്ളത് കേട്ടോ. എന്താണ് യുനാനി സിസ്റ്റം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഒരുപാട് പേര് സംശയം ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് ടോപ്പിക് എടുത്തപ്പോൾ ആദ്യം സംശയം ഉണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമ്മള് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ളൂ. എന്താണ് ലിസ്റ്റ് മാത്രം അറിഞ്ഞു കേട്ടോ. ഓക്കെ, ഇപ്പൊ പറഞ്ഞു ലിസ്റ്റ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് എന്ത്? യുനാനി സിസ്റ്റം എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് എന്ത്? സിദ്ധ സിസ്റ്റം അല്ലെ? നമ്മൾ സിദ്ധ വൈദ്യന്മാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? കുറെ സിദ്ധന്മാരുണ്ട് അല്ലെ?
ദാം, ഭാഗം, സഫ്ര ആൻഡ് ഓക്കെ ഓക്കെ ഒക്കെ പോയി കണ്ടുപിടിക്കണ്ടല്ലോ പെട്ടെന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് സിദ്ധ സിസ്റ്റം. എന്താണ് സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്? ഇത് attempts to define diseases as the condition in which the normal equilibrium of the 5 elements in human beings is then resulting different forms of discomfort. എന്താണ് ഇത് പറയുന്നത്? അതായത് മനുഷ്യ ശരീരത്തിൽ എന്താണ്, നമ്മുടെ ശരീരത്തിൽ പഞ്ചഭൂതങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ? 5 എലമെന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന്? 5 എലമെന്റ്സ് ഏതൊക്കെയാണ്? നമ്മളുടെ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചഭൂതങ്ങളില്ലേ? ഫൈവ് എലമെന്റ്സ് ഓഫ് ഹ്യൂമൻ ബീങ്. അത് പഞ്ചേന്ദ്രിയങ്ങളാണ്. ശിഷ്ണത്തെ, ഐസ്, നോസ് ഒക്കെ പഞ്ചേന്ദ്രിയങ്ങളാണ്. നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വായു, ജലം, അഗ്നി, ഭൂമി, അതൊക്കെയാണ് അല്ലെ ഇതിന്റെ. ഓക്കെ ഓക്കെ, മതി മതി. സിസ്റ്റം, സിദ്ധ സിസ്റ്റം അപ്പൊ എന്താ ഡീൽ ചെയ്യുന്നത്? ഭൂമി, ജലം, വായു, തീ, ആകാശം, അങ്ങനെ മനുഷ്യരിലെ സാധാരണ പഞ്ചഭൂതങ്ങളുടെ സന്തുലിതാവസ്ഥ, നമ്മളുടെ ഇതിൽ ഉണ്ടാകുന്ന, ശരീരത്തിൽ ഉണ്ടാകുന്ന സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന ചികിത്സാ രീതിയാണ്. സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന ചികിത്സാ രീതിയാണ് എന്ത്? സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള, ഇതും ഒരു പഴയ മെത്തേഡ് തന്നെയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ത്? സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് തമിഴ്നാട്ടിലാണ് ഉത്ഭവിച്ചത്. സിദ്ധ സിസ്റ്റം ഉത്ഭവിച്ചത് തമിഴ്നാട്ടിലാണ്. ഞാൻ എക്സ്ട്രാ പോയിന്റ്സ് പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ അവിടെ കാണുന്ന പോയിന്റ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് കൂടുതൽ അറിയാൻ വേണ്ടി പറയുന്നതാണ്. ഇത് ഉത്ഭവിച്ചത് തമിഴ്നാട്ടിലാണ്. അഗസ്ത്യരെയാണ് സിദ്ധ സിസ്റ്റത്തിന്റെ സ്ഥാപകരായിട്ട് കാണപ്പെടുന്നത്, അഗസ്ത്യമുനി. അപ്പോ അദ്ദേഹം എന്താണ് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും അത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും, അങ്ങനെയാണ് നമ്മൾ ഈ വൈദ്യന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ? അവര് പരമ്പരാഗതമായിട്ട് പ്രകൃതിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ എന്താണ് ചികിത്സാ രീതികൾ പഠിക്കുകയും അത് അവരുടെ ഗുരുവിൽ നിന്ന് പഠിച്ചതിന് ശേഷം എന്താണ് അവരത് സ്വീകരിച്ചതിന് ശേഷം അത് ചികിത്സാ രീതി അവർ പ്രയോജനപ്പെടുത്തുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാണ് സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ശിഷ്യബന്ധത്തിൽ നിന്നാണ് ഈ തരത്തിലൊരു ചികിത്സാ രീതി ഉത്ഭവിക്കുന്നത്. അഗസ്ത്യരാണ് ഇതിന്റെ എന്താ സ്ഥാപകൻ എന്ന് പറയുന്നത് സിദ്ധ സിസ്റ്റത്തിന്റെ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, അദ്ദേഹം സിദ്ധമൂല ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് രചിച്ചിട്ടുണ്ട്. ഈ സിദ്ധ വൈദ്യത്തെ കുറിച്ചുള്ള സിദ്ധമൂല ഗ്രന്ഥങ്ങൾ അഗസ്ത്യർ രചിച്ചിട്ടുണ്ട്. അത് ഏത് ഭാഷയിലാണ്? തമിഴ് ഭാഷയിലാണ് ഈ മൂലവൈദ്യങ്ങളൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം തയ്യാറാക്കിയത്. ഓക്കെ, ഇനി ഇവിടെ അദ്ദേഹം കുറച്ച് നമ്മളുടെ അതായത് വാദം എന്ന് അദ്ദേഹം പറയുന്നത് എന്താണ്? ആ മൂലസംഹിതയിൽ പറയുന്നതാണ്. സിദ്ധവൈദ്യ മൂലസംഹിതയിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? വാദം എന്ന് പറഞ്ഞാൽ എന്താണ്? വായു, പിത്തം എന്ന് ഉദ്ദേശിക്കുന്നത് അഗ്നി, അതുപോലെ തന്നെ കഫം എന്ന് ഉദ്ദേശിക്കുന്നത് ജലം. അപ്പൊ എന്നീ മൂന്ന് ശ്രവങ്ങളുടെ സന്തുലിതാവസ്ഥ തകരാറിലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്, ഉണ്ടാകുന്ന ആ ഒരു രീതിയിലാണ് ചികിത്സാ സമ്പ്രദായം അവരെ നിർണയിക്കപ്പെടുന്നത്. അപ്പോ എന്താണ്, അങ്ങനെ ഈ വാതപിത്ത കഫത്തിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ പൊതുവായിട്ടുള്ള എന്താണ് മൊത്തത്തിലുള്ള എന്താണ് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് എന്താണ് സന്തുലിതാവസ്ഥ, അതായത് ശരീര പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാനുള്ള ഒരു രീതി അവിടെ ഇല്ലാതാവുകയാണ്. അത്തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് എന്ത്? സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും 5 എലമെന്റ്സിനെ ആസ്പദമാക്കിയിട്ടുള്ളത്. അതായത് 5 എലമെന്റ്സിന്റെ അസന്തുലിതാവസ്ഥ നമ്മുടെ ശരീരത്തിലെ ഈ 5 എലമെന്റ്സിന്റെ അസന്തുലിതമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് എന്താ സിദ്ധ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ 5 എലമെന്റ്സ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് നോക്കേണ്ടത് കേട്ടോ. നോർമൽ ഇക്വിലിബ്രിയം ഓഫ് ദ
5 elements in human beings. Okay. അപ്പൊ ആ എലമെന്റ്സിൽ ഉണ്ടാവുന്ന ഡിസ്കംഫർട്ട്, അങ്ങനെയാണ് നമ്മുടെ രോഗത്തിൽ നമ്മുടെ ശരീരത്തിൽ വിവിധ തരത്തിലുള്ള ഇംബാലൻസുകൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്കറിയാലോ നേച്ചുറോപ്പതി. എന്താണ് നേച്ചുറോപ്പതി എന്ന് പറയുന്നത്? പ്രകൃതി ചികിത്സ അല്ലെ? നേച്ചുറോപ്പതി പ്രകൃതി ചികിത്സ നമ്മുടെ ശരീരത്തിനും എല്ലാത്തിനും എന്താണ്, ശരീരത്തിനും മനസ്സിനും ആത്മീയമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് എന്ത്? നേച്ചുറോപ്പതി എന്ന് പറയുന്നത്. ഇറ്റ്സ് റിലേറ്റഡ് ടു നേച്ചർ. കാരണം എന്താ, നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സുകളൊന്നും ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ? കാരണം എന്താണ്, പ്രകൃതി നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ ഇണങ്ങിച്ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെ? ഇനി എന്താണ് നേച്ചുറോപ്പതിയിലൂടെ നമുക്ക് ഏത് രീതിയിലുള്ള ചികിത്സകളാണ് നേച്ചുറോപ്പതിയിലൂടെ നമുക്ക് സാധ്യമാകുന്നത് നോക്കാം. നേച്ചുറോപ്പതി believes that all diseases arise owing to accumulation of morbid matter in the body, and if scope is given for its removal, it provides cure or relief. എന്താണ് നേച്ചുറോപ്പതിയിലൂടെ പറയുന്നത്? ജീവൽ ശക്തി എന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിപ്പെട്ടിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് എന്ത്? പ്രകൃതി ചികിത്സ. എന്താണ് പറയുന്നത്? ജീവൽ ശക്തി എന്ന വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് എന്ത്? നേച്ചുറോപ്പതി അഥവാ പ്രകൃതി ചികിത്സ. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ? ഏതെല്ലാം തരത്തിലുള്ള നേച്ചുറോപ്പതികൾ നിങ്ങൾക്കറിയാം? പ്രകൃതി ചികിത്സകളെ കുറിച്ച് നിങ്ങൾക്കറിയാം? ഞാനൊരു ഉദാഹരണം പറയാം, അതുപോലെ വേറെ എന്തൊക്കെ അറിയാം? മഡ് തെറാപ്പി. ഓക്കെ, മണ്ണ് ചികിത്സ, അതുപോലെ തന്നെ എന്താണ് ജലചികിത്സ, അതുപോലെ തന്നെ സൂര്യ ചികിത്സ, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി പ്രകൃതിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ചികിത്സാ വിധികൾ പ്രകൃതി ചികിത്സയിൽ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതിനെ കുറിച്ച് കേട്ടിട്ടുള്ളതല്ലേ? അറിയാവുന്ന കാര്യങ്ങളല്ലേ? ഉച്ചയായതുകൊണ്ട് എല്ലാവരും ഉറങ്ങുവാണോ? ഈ ഉറക്കത്തിന്റെയൊക്കെ സമയമാണല്ലോ നമുക്ക്. ഓക്കെ, അപ്പൊ നേച്ചുറോപ്പതിയിൽ എന്താ വരുന്നത്? അറിയില്ല. ഓക്കെ, അറിയാത്തവർക്കാണ് പറഞ്ഞു തന്നത്. നമ്മൾ പ്രകൃതിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊണ്ടുള്ള കുറച്ച് ചികിത്സാ രീതികൾ, അതായത് ഏത് തരത്തിലുള്ള അസുഖങ്ങളായാൽ പോലും, അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് എന്താണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ മണ്ണ് ചികിത്സ എന്തിനാണ് നൽകുന്നത്? ചിലർക്ക് ചിലപ്പോൾ വാദസംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകും. അതിന് പ്രത്യേകതായ ചികിത്സാ വിധികളും അതിൻ്റെതായ ട്രീറ്റ്മെന്റ്സും ആ നേച്ചുറോപ്പതിയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഇപ്പൊ കാലുവേദനയാണെങ്കിൽ മണ്ണ് അത് സാധാരണ ഒരു മണ്ണായിരിക്കില്ല, അവർ അതിൽ എന്തെങ്കിലും സ്പെഷ്യൽ കൂട്ടുകളോ അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഓരോന്നും സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ നമ്മളിപ്പോ എന്താണ് പനി വരുമ്പോ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് ഇല്ലേ, അപ്പൊ അത് ഏത് മെഡിസിൻസ് ആണെന്ന് ആ ഡോക്ടറിന് അറിയാം. അതുപോലെ തന്നെ പ്രകൃതി ചികിത്സയ്ക്ക് എന്താണ് ഇപ്പൊ ഏതുതരം മണ്ണാണ്, ഏത് കൺസിസ്റ്റൻസിയിലാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ ആ ചികിത്സാ രീതികൾ ഉപയോഗിക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനുള്ള ചികിത്സാ രീതി അവരവിടെ നൽകുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ മണ്ണും, അതുപോലെ തന്നെ ജലചികിത്സ, അതുപോലെ തന്നെ സൂര്യചികിത്സ എന്തായിട്ട് ബന്ധപ്പെടുത്തി വരെയായിരിക്കും? അതായത് സൂര്യരശ്മികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചികിത്സാ വിധികളായിരിക്കുള്ളൂ സൂര്യചികിത്സയിൽ ഉൾപ്പെട്ട് വരും. ഓക്കെ, നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കും അല്ലെ? പ്രകൃതി ചികിത്സ പ്രധാനമായിട്ട് എന്തൊക്കെയാണ്? ജലചികിത്സ, സൂര്യചികിത്സ, മണ്ണ് ചികിത്സ, അങ്ങനെ അത് പോകുന്നുണ്ട്. ഓരോ ചികിത്സാ വിധികൾ പോകുന്നു. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ അവിടെ നോക്കി അറിയാമെന്ന്. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം എന്നത് ഇന്ത്യയിലെ ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം, പരമ്പരാഗത ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആയുഷ് അല്ലെ? ആയുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെ വരുന്നു ആയുഷില്? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നേച്ചുറോപ്പതി. ഹോമിയോപ്പതിയോ നേച്ചുറോപ്പതി, ഇതിനെയാണ് നമ്മൾ എന്ത് ഷോർട്ട് ആയിട്ട് പറയുന്നതാണ് എന്ത്? ആയുഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ
ഹെൽത്ത് കെയർ സിസ്റ്റം, ട്രഡീഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ. അപ്പൊ 5 പോയിന്റ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഏതൊക്കെയാണ് 5 ആയുർവേദ, യോഗ, യുനാനി സിസ്റ്റം, സിദ്ധ സിസ്റ്റം, നേച്ചുറോപ്പതി. ഇത് ഏതിൽ വരുന്നതാണ്? ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഈ ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ട്രഡീഷണൽ ആണ് അല്ലെ, പരമ്പരാഗതമായിട്ടുള്ളത്. ഇനി വരുന്നത് എന്താണ്? മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ആധുനിക ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ വായിച്ചാലും. എന്താണ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത്? അലോപ്പതി അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് മോഡേൺ മെഡിസിൻ? മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ആധുനിക ആരോഗ്യ സംരക്ഷണത്തിന് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The modern healthcare system in India includes public sector, private sector and an informal network of care providers. ഈ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? അതില് പബ്ലിക് സെക്ടർ വരുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടർ വരുന്നുണ്ട്, പിന്നെന്താണ് നെറ്റ്വർക്ക് ഓഫ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. എന്താണ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാല്? പരിചരണദാതാക്കൾ അല്ലെ, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് വർക്കേഴ്സിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് പറയുന്നത്? നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ മോഡേൺ ഹെൽത്ത് കെയറിൽ എന്തൊക്കെ ഉൾപ്പെടുത്തി വരുന്നുണ്ട്? ആരൊക്കെയാണ്? എന്തൊക്കെ സെക്ടേഴ്സ് ഉൾപ്പെടുത്തി വരുന്നുണ്ട്? പബ്ലിക് സെക്ടർ വരുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടർ വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സും വരുന്നുണ്ട്. അപ്പൊ ഈ 3 മേഖലകളാണ് ഈ കെയർ സിസ്റ്റത്തില് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് പ്രധാനമായിട്ടും 3 ഫേസസ് ആണ്. 3 മുഖങ്ങളല്ല, ഫേസസ് അല്ല, ഫേസസ്. 3 ഘട്ടങ്ങളാണുള്ളത്. ഓക്കെ, ഇന്ത്യസ് health system can be categorized into 3 distinct phases. ഇതില് ഫസ്റ്റ് വൺ എന്താണ്? The initial phase of 1947. Initial phase of 1947 to 1983. Second phase എന്താണ്? The second phase of 1983 to 2000. Third phase എന്ന് പറയുന്നത് the third phase post 2000. Okay, ഇതൊക്കെ ഇനി എന്താണ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു എന്താണ്? ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ നമ്മൾ 3 തരംതിരിച്ചിട്ടുണ്ട്. 3 ഫേസസ് അതിലുണ്ട്. 3 തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. 3 ഘട്ടങ്ങളുണ്ട്. ഓക്കെ, 3 ഫേസസ് ഉണ്ട്. അപ്പൊ അതില് ഫസ്റ്റ് ഫേസസ് നമുക്ക് നോക്കാം. In the initial phase of 1947 to 1983. അതായത് ഇനീഷ്യൽ ഫേസ് എന്ന് പറഞ്ഞ എന്താണ്? പ്രാരംഭഘട്ടം, തുടക്കം അല്ലെ, പ്രാരംഭഘട്ടം. ഏത് കാലഘട്ടം തുടങ്ങി ഏത് കാലഘട്ടം വരെ? 1947 മുതൽ 1983 വരെയുള്ള കാലഘട്ടമാണെന്ത്? ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തെല്ലാം മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ഡെവലപ്മെന്റ്സ് ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹെൽത്ത് പോളിസി വാസ് തോട്ട് ടു ബി ബേസ്ഡ് ഓൺ two broad principles. എന്താണ് പറയുന്നത്? ഇവിടെ 1947 ഒരു ഹെൽത്ത് പോളിസി അല്ലെ, ഒരു ആരോഗ്യ നയം കൊണ്ടുവരികയാണ്. അതിന് ഒരു ആരോഗ്യ നയം കൊണ്ടുവരുന്നു. ഏത് കാലഘട്ടത്തില്? 47 തുടങ്ങി 83 വരെ ഒരു കാലഘട്ടത്തില് ഒരു ഹെൽത്ത് പോളിസി, അതായത് ഒരു ആരോഗ്യ നയം കൊണ്ടുവന്നു. അതിന് പ്രധാനമായിട്ടും 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിന് 2 തത്വങ്ങളുണ്ട്. ആ 2 തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതില് ഫസ്റ്റ് വൺ എന്താണ്? No one should be denied health care because of the lack of pay. Second one, it was a moral duty of the state to provide health care to the people. This being so moderate achievements.
ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ അത് നോക്കണില്ലേ? പോയിന്റ് നോക്കണം കേട്ടോ. ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രിൻസിപ്പിൾ നോക്കാം. ഹെൽത്ത് പോളിസിയിലെ, അതായത് ആരോഗ്യ നയത്തിലെ 1947 ആരോഗ്യ നയത്തിലെ ആദ്യത്തെ തത്വം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? നോ വൺ ഷുഡ് ബി ഡിനൈഡ് ഹെൽത്ത് കെയർ ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് പേ. എന്താണ് പറയുന്നത്? ആരും തന്നെ എന്താണ് പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും തന്നെ എന്താണ് ആരോഗ്യ പരിരക്ഷ നിഷേധിക്കാൻ പാടില്ല. മനസ്സിലായോ? എന്താണ്? പണമില്ലാത്തതിന്റെ പേരില് ആർക്കും തന്നെ ആരോഗ്യ പരിരക്ഷ നിഷേധിക്കാൻ പാടില്ല. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും എന്താണ് രോഗം വന്ന് ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കണമെന്നാണ് ആ തത്വത്തിന്റെ മീനിങ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെ? നോ വൺ ഷുഡ് ബി ഡിനൈഡ് ഹെൽത്ത് കെയർ ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് പേ. പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും തന്നെ എന്താണ് ആരോഗ്യ പരിരക്ഷ നിഷേധിക്കാൻ പാടില്ല. ഒരു അസുഖം വന്നാൽ പണമില്ലാത്തതിന്റെ പേരില് എന്താണ് ആരോഗ്യ പരിരക്ഷ ലഭിക്കാതിരിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്? ഈ ഹെൽത്ത് കെയർ സിസ്റ്റംസ് കൊണ്ടുവരുന്നത്. ദരിദ്രരായ ജനങ്ങൾക്കും ദരിദ്രരായ സാധാരണക്കാർക്കും അല്ലാത്തവർക്കും വേണ്ടിയിട്ട് എന്താണ് ഇത്തരത്തിലുള്ള ഒരു പോളിസി കൊണ്ടുവരുന്നത് അത്യാവശ്യമാണ്, അല്ലെ? നമ്മൾക്കറിയാം, നമ്മൾക്ക് എന്തിനാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് സ്ഥാപിച്ചിരിക്കുന്നത്? എന്തിനാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്? ഇതിൽ ഏറ്റവും ഉദാഹരണം അതല്ലേ? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മള് പൈസ കൊടുത്താണോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? OP ടിക്കറ്റിന്റെ കാര്യം പറയുന്നത് കേട്ടോ. OP ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടതാണ്. അത്ര വലിയ പൈസ ഒന്നും വരുന്നില്ലല്ലോ. 5 രൂപയോ 10 രൂപയല്ലേ വരുന്നത്. ഓക്കെ, അതില്ല ചിപ്പി. ഓക്കെ, അപ്പോ എന്താണ് നമ്മളുടെ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ എന്താണ് നമ്മൾക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സയാണ് ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു ആശയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഫസ്റ്റ് തത്വം എന്താണ് പറയുന്നത്? നോ വൺ ഷുഡ് ബി ഡിനൈഡ് ഹെൽത്ത് കെയർ ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് പേ. ആർക്കും തന്നെ പണമില്ലാത്തതിന്റെ പേരിൽ ആരോഗ്യ പരിരക്ഷ നിഷേധിക്കാൻ പാടില്ല. ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഇനിഷ്യൽ ഫേസിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഏത് ഭാഗത്താണ് വരുന്നത്? ഹെൽത്ത് പോളിസിയിലെ ആരോഗ്യ നയത്തിലാണ് ഇത് വരുന്നത്. ഓക്കെ, സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഇറ്റ് വാസ് ദ മോറൽ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ടു ദ പീപ്പിൾ despite so moderate achievements. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ആരാണ്? നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ആരാണ്? നമ്മളൊരു സ്റ്റേറ്റിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആരാണ്? നമ്മളിപ്പോ കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ ആരാണ് ഹെൽപ്പ് ചെയ്തത്? ഓക്കെ, വെരി ഗുഡ്, ഗായത്രി, ഗവൺമെന്റ് അല്ലെ? ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ഒരു സ്റ്റേറ്റിന്, ഒരു സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്യമാണ്, മോറൽ ഡ്യൂട്ടിയാണ് എന്ത് പറയുന്നത്? ഓരോ സംസ്ഥാനത്തെയും ജനങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തിന്റെയും ഡ്യൂട്ടിയാണ്. നിർവഹിക്കേണ്ടത് ആരാണ്? സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന ആരോഗ്യ മേഖലയാണെന്ത് അത്തരത്തിലുള്ള ഒരു കാര്യം നടപ്പിലാക്കുന്നത്, അല്ലെ? അപ്പൊ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ആരോഗ്യ പരിരക്ഷ നൽകേണ്ട ഉത്തരവാദിത്തം ആർക്കാണെന്നാണ് പറയുന്നത്? സ്റ്റേറ്റ്സിനാണ്, അല്ലെ? സംസ്ഥാനങ്ങൾക്കാണ് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം നടപ്പിലാക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം. ഓക്കെ, അപ്പൊ രണ്ട് പ്രിൻസിപ്പിള് മനസ്സിലായോ നിങ്ങൾക്ക്? ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഏതാണപ്പോ? പറഞ്ഞോയാ? നോക്കിയിട്ട് പറയണോ ഫസ്റ്റ് ഫേസ് ഏതാണ് നമ്മളിപ്പോ പറഞ്ഞത്? ലാക്ക് ഓഫ് പെയർ. അത് പ്രിൻസിപ്പിൾ അല്ലേ? നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഫേസ് ഏത് കാലഘട്ടമാണ്? ഇനീഷ്യൽ ഫേസ് ഓഫ് 1947. വെരി ഗുഡ്.
ഓക്കെ, അപ്പൊ അതിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ് വരുന്നത്? No one should be denied healthcare because of the lack of pay. പണമില്ലാത്തതിന്റെ പേരിൽ ആരും തന്നെ ആർക്കും തന്നെ എന്താണ് ആരോഗ്യ പരിരക്ഷ ലഭിക്കാതിരിക്കരുത്. എല്ലാവർക്കും തന്നെ എന്താണ് അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സൗജന്യമായി തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് എന്താ പറയുന്നത്, നമ്മളുടെ ഹോസ്പിറ്റൽസ് അല്ലെ, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണ് അതിന് ഉദാഹരണമായിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, സെക്കൻഡ് തത്വം എന്താണ്, സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ് ഇനീഷ്യൽ ഫേസിലെ? യെസ്, വെരി ഗുഡ്. പീപ്പിൾ ഹെൽത്ത് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് അല്ലേ? ഓരോ ജനങ്ങളുടെയും ആരോഗ്യം ആരുടെ കൈകളിലാണ്? ആരുടെ ഉത്തരവാദിത്തമാണ്? സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, നിങ്ങൾക്ക് 3:30 വരെയല്ലേ ക്ലാസ്? ഓക്കെ ഓക്കെ. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാസ് എടുത്തതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണ് അല്ലെ? നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് പോയിട്ട് എടുത്ത ഭാഗങ്ങൾ അതുപോലെ തന്നെ നന്നായിട്ട് വായിക്കാം. നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അതൊന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങൾ, ഇത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സുകളൊന്നും ഇതിൽ വരുന്നില്ല. ഓക്കെ, ഇനി എങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഫേസ് പറയണോ? ഓക്കെ, സെക്കൻഡ് ഫേസ് കൊണ്ട് നമുക്ക് പറയാം. സെക്കൻഡ് ഫേസ് എന്താണ്? ആരോഗ്യ മേഖലയിലെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 1983 തുടങ്ങി 2000 വരെയാണ്. സെക്കൻഡ് ഫേസ് ഏത് കാലഘട്ടം തുടങ്ങിയാണ്? 1983 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിലാണ് ആരോഗ്യ സംവിധാനത്തിന്റെ രണ്ടാം ഘട്ടം, മോഡേൺ ആധുനിക ആരോഗ്യ സംരക്ഷണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. ഓക്കെ, ഇവിടെ a national health policy was proclaimed for the first time 1983. ഇവിടെ ഒരു എന്താണ് ദേശീയ ആരോഗ്യ പരിപാടി അല്ലെങ്കിൽ ദേശീയ ആരോഗ്യ നയം കൊണ്ടുവരികയുണ്ടായി. ഏത് ഫേസില്? ഹെൽത്ത് കെയറിന്റെ രണ്ടാമത്തെ ഫേസസില് ഒരു ആരോഗ്യ നയം കൊണ്ടുവരികയുണ്ടായി. ഏത് കാലഘട്ടത്തില്? 1983 1983 ഒരു ഫസ്റ്റ് പോളിസി കൊണ്ടുവരുന്നത്, നാഷണൽ ഹെൽത്ത് പോളിസി അല്ലെ, ദേശീയ ആരോഗ്യ നയം കൊണ്ടുവരുന്നത്. ദേശീയ ആരോഗ്യ നയം എന്നാണ്? അപ്പോ 1983 ദേശീയ ആരോഗ്യ നയം വരുന്നത്. ഈ നയം സംബന്ധിച്ചിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. ഈ നയം സംബന്ധിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? വിച്ച് പ്രൊനൗൺസ്ഡ് ക്ലിയർലി ദ നീഡ് ടു. ഈ നയം പുറപ്പെടുവിച്ചത് എന്തൊക്കെയാണ്? എൻകറേജ് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ് ഇൻ ഹെൽത്ത് കെയർ സർവീസ് ഡെലിവറി. എന്താണ് പറയുന്നത്? അതായത് ഒരു ദേശീയ ആരോഗ്യ നയം നമ്മൾ 1983 കൊണ്ടുവന്നു. അതിന്റെ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യ വിതരണത്തിൽ, അതായത് ഹെൽത്ത് കെയർ സർവീസ് ഡെലിവറിയില് ആരെയൊക്കെ ഉൾപ്പെടുത്തണമെന്നാണ്, ആരെയൊക്കെ എൻകറേജ് ചെയ്യണമെന്നാണ് പറയുന്നത്? സ്വകാര്യ സംരംഭകരെ അല്ലെ, പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സിനെ, അതായത് സ്വകാര്യ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമായി പ്രസ്താവിക്കുന്നതാണ് എന്ത് ഈ നയത്തിലൂടെ വ്യക്തമാക്കുന്നത്. എന്താണ് പറയുന്നത്? ഈ നയം എന്താണ് പറയുന്നത്? സ്വകാര്യ ആരോഗ്യ വിതരണത്തില്, ഹെൽത്ത് കെയർ ഡെലിവറിയില്, ആരോഗ്യ വിതരണത്തില് ആരെ ഇനീഷ്യേറ്റീവ് എടുപ്പിക്കണമെന്നാണ് പറയുന്നത്? സ്വകാര്യ സംരംഭകരെ, പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യകത വ്യക്തമാക്കുന്ന ഒരു നയമാണ് എന്ത് 1983 വരുന്നത്. ഓക്കെ, ഈ നയം the policy also intensified the access to publicly funded പ്രൈമറി ഹെൽത്ത് കെയർ. ഇതിലെന്താ പറയുന്നത്? ഈ നയം പൊതുധന സഹായത്തോടെയുള്ള പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിലേക്കുള്ള പ്രവേശനം ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ പ്രാഥമിക ആരോഗ്യത്തിന് പ്രൈമറി ഹെൽത്ത് കെയറിന് കൂടുതൽ എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ഈ 1983 ഈ നയം പൂർണ്ണമായിട്ടും ഈ നയത്തോടുകൂടി ഈ നയം വ്യക്തമാക്കുന്നത്.
എന്താണ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ധനസഹായം ചെയ്യുക അല്ലെ, ധനസഹായവും അതുപോലെ തന്നെ നമ്മളിലേക്കുള്ള പ്രവേശനം ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 1983 ഈ നയം പ്രധാനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഫെസിലിറ്റേറ്റിംഗ് expansion of health facilities in rural areas through National Health Program NHPS. NHPS എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം. നിങ്ങൾ ഈ എക്സ്പാൻഷനൊക്കെ നോക്കി പോകണോണ്ട് അതൊക്കെയാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അല്ലാതെ ഇതിന്റെ ഉള്ളിലുള്ള വലിയ കണ്ടന്റ്സുകൾ നമുക്കറിയാലോ എങ്ങനെയാണ് എക്സാം ടൈപ്പ് എന്ന് നിങ്ങൾക്ക് അറിയാലോ. എസ് എ ടൈപ്പ് ആണോ എക്സാം? അല്ല. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ്പാൻഷൻ ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു പോവാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. നമ്മൾ പറഞ്ഞ എന്താണ്? ഫെസിലിറ്റേറ്റിംഗ് എക്സ്പാൻഷൻ ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. അതായത് നമ്മുടെ ഗ്രാമീണ മേഖലയിലെ അതായത് സംവിധാനങ്ങൾ, ഗ്രാമീണ മേഖലയിൽ ആരോഗ്യ സംവിധാനങ്ങളെ വിപുലപ്പെടുത്തണം. അതായത് കുറച്ചുകൂടി അവസരം അല്ലെങ്കിൽ വികസിപ്പിക്കുക. ഇപ്പൊ പരിമിതമായിട്ടുള്ള വികസനങ്ങളായിരിക്കും ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അല്ലെ, ആരോഗ്യ സൗകര്യങ്ങൾ കുറവായിരിക്കും. അപ്പൊ ഈ നയപ്രകാരം അത് വിപുലപ്പെടുത്താനാണ്, ശക്തിപ്പെടുത്താനാണ് പറയുന്നത്. ആരുടെ ഒപ്പം? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന്റെ ഇടയിൽ പറയുന്നതാണ് ഈ തരത്തിലുള്ള ഫെസിലിറ്റീസ് ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സംരക്ഷണം കൂടുതൽ വിപുലപ്പെടുത്തുക എന്നതാണ് ഈ നയത്തിലൂടെ പ്രധാനമായിട്ട് വ്യക്തമാക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ കേട്ടോ. സെക്കൻഡ് പേജ് വരെ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ ഏത് ഭാഗമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇപ്പൊ എന്ത് ഇവിടം വരെ എടുക്കാം? സെക്കൻഡ് പേജ് സംശയം ഉണ്ടോ? പറഞ്ഞോ. സെക്കൻഡ് ഫേസ് എന്താണ്? സെക്കൻഡ് ഫേസിൽ നമ്മൾ പറഞ്ഞതാണ് ആദ്യമായിട്ടൊരു ദേശീയ നയം കൊണ്ടുവന്നിട്ട് പറഞ്ഞു അല്ലെ. ഏത് കാലഘട്ടത്തിലാണ്? 1983 ഒരു ദേശീയ നയം കൊണ്ടുവന്നു. ദേശീയ നയത്തിനുള്ള എന്തൊക്കെയാണ് പ്രതിപാദിക്കുന്നത്? അതായത് ആരോഗ്യ വിതരണത്തില്, ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ആരെയൊക്കെ കൂടി? സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നത്, പ്രൈവറ്റ് ഓന്റർപ്രണേഴ്സിനെ കൂടി അതില് ഉൾപ്പെടുത്തേണ്ട ആവശ്യകതയാണ് ആ നയത്തിലൂടെ കൂടുതലായിട്ട് വ്യക്തമാക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? മാത്രമല്ല ഈ നയം പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലേക്കുള്ള, അതായത് റൂറൽ പ്രദേശങ്ങൾ, ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ വികസനത്തിന് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുക, അതായത് വിപുലപ്പെടുത്തുക. ഗ്രാമപ്രദേശങ്ങളിൽ സൗകര്യങ്ങൾ പരിമിതമായിരിക്കും. ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ സൗകര്യങ്ങൾ പരിമിതമായിരിക്കും. അപ്പൊ ആ സൗകര്യങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്താനാണ് ആരോട് പറയുന്നത്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന്റെ സഹായത്തോടു കൂടി ആരോഗ്യ മേഖലയിൽ, ഗ്രാമീണ ആരോഗ്യ മേഖലയിലെ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ നയത്തോടുകൂടി വ്യക്തമാക്കുന്നത്. ഓക്കെ, അത്ര അതിൽ വരുന്നുള്ളൂ. അത് 2-3 പ്രാവശ്യം വായിച്ചെന്ന് മനസ്സിലാവും കേട്ടോ. ആ ഫേസസ് മാത്രം നോക്കിയാൽ മതി. ആ ഡേറ്റ് നോക്കാം, ഇയർ നോക്കാം, പിന്നെ എന്താന്ന് വെച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി. പിന്നെ അത് ഏത് വർഷമാണ് ആ നയം കൊണ്ടുവന്നത്? ഏതാണ്? 1983 ആണ് സെക്കൻഡ് ഫേസിൽ വരുന്നത്. അത്ര അവിടെ വരുന്നുള്ളൂ. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ് കേട്ടോ. 2-3 പ്രാവശ്യം വായിക്കുന്നത് നമുക്ക് മനസ്സിലാവും. എനിക്ക് കൂടുതൽ പറഞ്ഞ് അത് കോംപ്ലിക്കേറ്റഡ് ആവുള്ളൂ. വേറെ എന്തെങ്കിലും ഈ ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഭാഗം മനസ്സിലാവാത്തത് എന്താ? എന്താണ് യുനാനി സിസ്റ്റം എന്ന് പറഞ്ഞേ? യുനാനി സിസ്റ്റം എന്താണെന്ന് പറഞ്ഞേ? ഓൾഡസ്റ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ്. ഓൾഡസ്റ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡ് യുനാനി. ഓക്കെ, 4 ബോഡി ഫ്ലൂയിഡ്സിനെ ബേസ് ആക്കിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ്. ഓക്കെ,
ഇനി നേച്ചുറോപ്പതിയിൽ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഏതൊക്കെ ചികിത്സാ വിധികൾ ഇന്ന് പ്രകൃതി ചികിത്സയിലുണ്ട്? mud therapy, ആ. water therapy, sun therapy, sunlight. ഓക്കെ. യോഗ ഏതൊക്കെ ആസ്പെക്ട്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? Living physically, mentally, and morally and spiritually. വെരി ഗുഡ്. ഓക്കെ, ഇനി ഏതൊക്കെ ചോദിക്കാനുള്ളത്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ആയുർവേദ? സയൻസ് ഓഫ് Life. സയൻസ് ഓഫ് ലൈഫ്, ജീവന്റെ ശാസ്ത്രം അല്ലെ? ഓക്കെ. എന്താണ് സിദ്ധ സിസ്റ്റം? സിദ്ധ സിസ്റ്റം ഏത് എലമെന്റ്സിനായിട്ട് ബന്ധപ്പെടുത്തിയാണ് വരുന്നത്? പഞ്ചഭൂത പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കി അല്ലെ? 5 എലമെന്റ്സ്. യുനാനി സിസ്റ്റം പറഞ്ഞു. ഓക്കെ, അപ്പൊ ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇന്ത്യയിൽ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായോ? ആയുഷ് എന്നുള്ള വാക്കിൽ നിന്ന് എല്ലാം നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെയാണ്? A for ആയുർവേദ, Y for യോഗ, U for യുനാനി, S for സിദ്ധ, H for എന്താണ്? ഹോമിയോപ്പതിയോ നേച്ചുറോപ്പതി. ഓക്കെ, ഇത്ര മനസ്സിലായില്ലേ നിങ്ങൾക്ക്? യെസ് മാം. അപ്പൊ ഇന്നത്തെ ഭാഗങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് വായിക്കാം. അപ്പൊ തന്നെ നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചു. ഇത്രയും ഭാഗം എടുത്തു, എവിടെ വരെ നമ്മൾ എടുത്തു? സെക്കൻഡ് പേജ് വരെ എടുത്തല്ലേ? അവിടെ വരെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ കുട്ടികളെ ഒരു കാര്യം ചോദിക്കട്ടെ, ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടുകയോ അല്ലെങ്കിൽ വ്യക്തമായോന്നില്ലെങ്കിൽ എനിക്ക് ചോദിക്കാം കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ആയിരുന്നത്. അവരെയും കാണാൻ പറ്റിയ സന്തോഷം, കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റിയ സന്തോഷം. പിന്നെ വേറെ എന്താണ്? മിസ് കഴിഞ്ഞ ക്ലാസ്സിന്റെ നോട്ട്സ് ഒക്കെ തന്നായിരുന്നോ ശരണ്യ മിസ്? ഇല്ല മാം, തരാന്ന് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ക്ലാസ്സിന് തരാന്ന് വില്ലേജ് ലിസ്റ്റിന്റെ അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ക്വസ്റ്റ്യൻസ്, ടെസ്റ്റുകളാണ്? ഇല്ല. ഓക്കെ, ഇപ്പൊ എവിടം വരെ എടുത്തോ അതിന്റെ അനുസരിച്ചുള്ള നോട്ട്സ് ക്വസ്റ്റ്യൻസ് ഇട്ടേക്കാം കേട്ടോ. അപ്പൊ പോയിരുന്ന വീട്ടിൽ പോലും വായിക്കാൻ നന്നായിട്ട്. എനിക്ക് വേറെ സംശയങ്ങളൊന്നുമില്ല. ഇല്ല. ഓക്കെ, ഇവ എഴുതോളൂ കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം. Yeah, ma'am.